നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന KSRTCയെ കരകയറ്റുക എന്ന ലക്ഷ്യമിട്ട് പരിധിയില്ലാത്ത യാത്രാ ഓഫറുമായി KSRTC പ്രീപെയ്ഡ് കാർഡുകൾ അവതരിപ്പിക്കുന്നു. ഒരു മാസത്തേക്ക് പരിധിയില്ലാതെ യാത്ര ചെയ്യാൻ 1000 മുതൽ 5000 രൂപ വരെ മണി വാല്യൂള്ള പ്രീപെയ്ഡ് കാർഡുകളാണ് KSRTC യാത്രക്കാർക്കായി സജ്ജമാക്കുന്നത്. പുതിയ പദ്ധതി അടുത്തയാഴ്ച യാഥാർത്ഥ്യമാക്കാനാണ് തീരുമാനം. KSRTCയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ KSRTCയെ രക്ഷപ്പെടുത്താൻ പുതിയ ഒട്ടേറെ പദ്ധതികൾ KSRTC എംപ്ലോയീസ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിധിയില്ലാത്ത യാത്രാ ഓഫർ നൽകുന്ന പ്രീപെയ്ഡ് കാർഡുകൾ. KSRTCയുടെ മൊത്തം സർവീസുകളിൽ ഉപയോഗപ്പെടുത്താവുന്ന പ്രീപെയ്ഡ് കൂപ്പണുകൾക്ക് കാർഡ് റീഡിംഗ് രീതിയാണ് അവലംബിക്കുന്നത്. ഒരു മാസത്തേക്ക് പരിധിയില്ലാതെ യാത്ര ചെയ്യാൻ 1000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള പ്രീപെയ്ഡ് കാർഡുകൾ അവതരിപ്പിക്കും. 200 രൂപയിൽ തുടങ്ങി 300, 400, 500 ക്രമത്തിൽ കൂപ്പണുകൾ ഉണ്ടാകും. കാർഡുകളെ ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്രീമിയം എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. 1000 രൂപയുടെ ബ്രോൺസ് കാർഡ് എടുക്കുന്ന യാത്രക്കാരന് ജില്ലയിൽ എവിടെയും KSRTCയുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകളിൽ ഒരു മാസം യഥേഷ്ടം യാത്ര ചെയ്യാനാകും. അന്തർജില്ലാ യാത്രയ്ക്ക് ഈ കാർഡ് ഉപയോഗിക്കാനാവില്ല. അതേസമയം കാർഡ് എടുക്കുന്ന വ്യക്തിക്ക് കാർഡ് മറ്റു ജില്ലകളിലും KSRTC യാത്രയ്ക്കായി ഉപയോഗിക്കാം. KSRTCയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ, KSRTCയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ട്. അവരിൽ നിന്ന് കാർഡ് സംവിധാനം വഴി അത് റീചാർജ് ചെയ്യാവുന്ന കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അതൊരു പ്രീപെയ്ഡ് കൂപ്പൺ സംവിധാനം എന്നുള്ള നിലയിലേക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ KSRTCയിലെ ETM മെഷീൻ ഉപയോഗിച്ച് അത് പൗച്ച് ചെയ്ത് അത് വീണ്ടും റീചാർജ് ചെയ്യാവുന്ന സംവിധാനത്തിലേക്കെല്ലാം ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദീർഘദൂര യാത്രക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് 3000 രൂപയുടെ ഗോൾഡ് കാർഡ്. ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ ഇതുപയോഗിച്ച് സംസ്ഥാനത്ത് എല്ലായിടത്തും KSRTC ബസ്സുകളിൽ പോകാം. 5000 രൂപയുടെ പ്രീമിയം കാർഡ് ഉപയോഗിച്ച KSRTCയുടെ സ്കാനിയ, വോൾവോ ഒഴികെയുള്ള എല്ലാ ബസ്സുകളിലും KURTCയുടെ AC, വോൾവോ ഉൾപ്പെടെ എല്ലാ ബസ്സുകളിലും യാത്ര ചെയ്യാം. പദ്ധതി അടുത്തയാഴ്ച യാഥാർത്ഥ്യമാക്കാനാണ് നീക്കം. പ്രീപെയ്ഡ് കാർഡ് സിസ്റ്റം നടപ്പിലാക്കുന്നതിലൂടെ തന്നെ KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. ക്യാമറാവുമൺ ഷാജിലയ്ക്കൊപ്പം സുനിൽ അരുമാനു. കാസർഗോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര കൃഷി വകുപ്പിന് കീഴിലുള്ള കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി അന്തർദേശീയ നാളികേര ഗവേഷണ വികസന സെമിനാറും 18 സംസ്ഥാനങ്ങളിൽ നിന്നായി 3000-ലേറെ കർഷകർ അണിനിരക്കുന്ന കിസാൻ മേളയും സംഘടിപ്പിക്കുന്നു. ഈ മാസം 10 മുതൽ 13 വരെയാണ് മേള. നാളികേരത്തിൽ നിന്ന് വികസിപ്പിച്ച ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളുടെ വ്യാവസായിക ഉൽപാദന ഉദ്ഘാടനവും കിസാൻ മേളയിൽ നടത്തും. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നാണ് കാസർഗോഡ് ആസ്ഥാനമായി 1916 പ്രവർത്തനം ആരംഭിച്ച കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. തെങ്ങ്, കമുക്, കൊക്കോ, കശുവണ്ടി എന്നിവ ഉൾപ്പെടെ വിവിധ തോട്ടവിളകളുടെ ഗവേഷണത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടാണ് CPCRI ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിലുള്ളത്. ഈ വർഷം ആദ്യം മുതൽ വിവിധതരം ആഘോഷ പരിപാടികൾ നടന്നുവരികയാണ്. ഈ മാസം 10 മുതൽ 13 വരെ കാസർകോട്ട് അന്തർദേശീയ തെങ്ങ് ഗവേഷണ വികസന സെമിനാറും 18 സംസ്ഥാനങ്ങളിലെ കർഷകർ പങ്കെടുക്കുന്ന കിസാൻ മേളയും സംഘടിപ്പിക്കുമെന്ന് CPCRI ഡയറക്ടർ ഡോക്ടർ P. ചൌഡപ്പ പറഞ്ഞു. 10th December at CPCRI Kasargod, the Union Minister of Agriculture and Farmers Welfare, Sri Radha Mohan Singh Ji, will be releasing the chocolates for commercial scale. അന്തർദേശീയ സെമിനാറും കിസാൻ മേളയും കേന്ദ്ര കൃഷിമന്ത്രി രാധാ മോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രിയിൽ CPCRIയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രം തുറക്കും. പുതുതായി കണ്ടുപിടിക്കപ്പെട്ട സങ്കര ഇനത്തിലുള്ള നേത്രസഞ്ചർ കൊക്കോയും കേരശതാബ്ദി തെങ്ങും ശതമംഗള കമുകും ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കുമെന്നും ഡയറക്ടർ അറിയിച്ചു. 20 സങ്കര ഇനം തെങ്ങുകളും 11 ഇനം കമുകുകളും ഗവേഷണപരമായി CPCRI ഇതിനകം പുറത്തിറക്കിയിട്ടുണ്ട്. തേങ്ങാവെള്ളത്തിൽ നിന്നും ചോക്ലേറ്റ് പാനീയം തയ്യാറാക്കുന്ന സാങ്കേതികവിദ്യ CPCRI കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപാദനവും കിസാൻ മേളയിൽ കേന്ദ്രമന്ത്രി രാധാ മോഹൻ സിംഗ് നിർവഹിക്കും. ആഘോഷത്തിന്റെ ഭാഗമായുള്ള ശതാബ്ദി മന്ദിരത്തിന്റെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്യാസ് ബുക്കിംഗ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇനി പ്രധാനമന്ത്രിയുടെ പ്രസംഗം കൂടി കേൾക്കേണ്ടി വരും. 2 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഉപഭോക്താക്കളുടെ പണവും നഷ്ടപ്പെടുന്നതായി പരാതി. നോട്ട് പിൻവലിക്കലിന് ശേഷം പ്രതിസന്ധിയിലായ ജനങ്ങളെ മൊബൈലിലൂടെയും പ്രധാനമന്ത്രി വഞ്ചിക്കുന്നതായാണ് ആക്ഷേപമുയർന്നിട്ടുള്ളത്. വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായി 2 രൂപ 5 രൂപ മാത്രം മൊബൈൽ ബാലൻസ് ഉള്ള വീട്ടമ്മമാർ ഗ്യാസ് ബുക്കിങ്ങിനായി തങ്ങളുടെ ഏജൻസി ഓഫീസിൽ വിളിക്കുമ്പോഴാണ് ഹിന്ദിയിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കേണ്ടി വരുന്നത്. 2 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗം കേൾക്കാതെ ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയില്ല.
മലയാളമല്ലാതെ മറ്റു ഭാഷകൾ വശമില്ലാത്ത വീട്ടമ്മമാർ തങ്ങൾക്ക് നമ്പർ തെറ്റിയെന്ന് കരുതി ഫോൺ കട്ട് ചെയ്ത് വീണ്ടും വിളിച്ചാലും പ്രസംഗം തുടരും. ഇതുമൂലം സാധാരണക്കാരായ ജനങ്ങളുടെ പണം നഷ്ടമാകുന്നതായാണ് പരാതി ഉയരുന്നത്. ബുക്കുകളും വിളിക്കുമ്പോൾ നിങ്ങളുടെ ഇതാ ലാപ്സായി പോയി, നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഞെക്കിയിട്ടാണ്, ഇതൊക്കെ ഒന്നും അറിയാൻ മേലാത്ത ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അത് പ്രധാനമന്ത്രി ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. ഈ പരിപാടി കൊള്ളത്തില്ല. പ്രധാനമന്ത്രിയുടെ പിന്നെ പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാശ് 3 രൂപ വെച്ച് മൊബൈലുകാരടിച്ചോണ്ടിരിക്കുക. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടിരിക്കണമെന്ന നിർബന്ധമാണ്. സാധാരണ ഇത് പരസ്യയിനത്തിലാണ് നൽകുക പതിവെങ്കിലും ഇപ്പോൾ ജനങ്ങളുടെ മേലിത് അടിച്ചേൽപ്പിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് നിയമവിദഗ്ധരും പറയുന്നു. ഇതുമൂലം ലാഭം കൊയ്യുന്നതാകട്ടെ മൊബൈൽ കമ്പനികളും. ഞങ്ങളുടെ റെക്കോർഡ് പ്രകാരം താങ്കളുടെ കൺസ്യൂമർ നമ്പർ ഇതാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് റിക്രൂട്ടിംഗ് ഏജൻസി ജീവനക്കാർ ഉദ്യോഗാർത്ഥികളെയും ബന്ധുക്കളെയും ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിബ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ എന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിനെതിരെയാണ് ഉദ്യോഗാർത്ഥികളും ബന്ധുക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. തുക നൽകുന്നതിനായി ഫോണിൽ നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും ഇവർ പറയുന്നു. വിദേശത്തേക്ക് നഴ്സിനെ ആവശ്യമുണ്ടെന്ന പത്രപരസ്യം കണ്ട ഹിബ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ എന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തെ സമീപിച്ചവരും അവരുടെ ബന്ധുക്കളുമാണിത്. എറണാകുളം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് റിക്രൂട്ടിംഗ് സ്ഥാപനത്തിലെ തട്ടിപ്പിനെ പറ്റി ഇവർ പരാതിപ്പെട്ടത്. കുവൈറ്റിലേക്ക് നഴ്സിനെ ആവശ്യമുണ്ടെന്നും അതിനായി ഹിബ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ എന്ന സ്ഥാപനത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന പത്രപരസ്യവും കണ്ട 85ഓളം പേരാണ് എറണാകുളത്തെ ഹിബ ഓഫീസിലെത്തുകയും ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബാംഗ്ലൂരിലെത്തി പരീക്ഷ എഴുതുകയും ചെയ്തത്. പാസ്സായവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുകയും ചെയ്തു. ഇതിനായി 15 ലക്ഷത്തോളം രൂപയാണ് ആളൊന്നിന് ഹിബ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നത്. ഈ തുക മുഴുവൻ അടൂരിലെ ഓഫീസിലെത്തി നൽകിയതായും ഇവർ പറയുന്നു. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അവർ തരുന്നില്ല. ഞങ്ങൾ ഇനിയും ബാക്കി കുറച്ച് പൈസയൊക്കെ കൂടി ഒരു 8 ലക്ഷം രൂപയോളം കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഈ പൈസ കൂടെ കൊടുത്തെങ്കിലേ അവർ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ജോലി ലഭിച്ച 8 മാസത്തിനുള്ളിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ജോലി ചെയ്യുന്നിടത്ത് കാണിച്ച് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനായില്ലെങ്കിൽ ഇവർക്ക് ജോലി നഷ്ടപ്പെടും. ഏജൻസിക്ക് പക്കലുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടപ്പോഴാണ് 8 ലക്ഷം രൂപ ആളൊന്നിന് വീണ്ടും നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. തുക ആവശ്യപ്പെട്ട സുരേഷ്, വിജയൻ, ആൽവിൻ എന്നിവർ ചേർന്ന് നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും ഇവർ പറയുന്നു. അവർ മുഖ്യമന്ത്രിയുടെ അടുത്തയാൾ അവർക്ക് ബന്ധമുണ്ട്, നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ ഞങ്ങളുടെ പിള്ളേരെ തിരിച്ചു വിടും എന്നുവരെ ഞങ്ങളുടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ടും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. റിക്രൂട്ടിംഗ് സ്ഥാപനം തടഞ്ഞു വെച്ചിരിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, ഒപ്പുവെച്ച ചെക്കുകൾ, മുദ്രപത്രങ്ങൾ തുടങ്ങിയ രേഖകൾ തിരികെ വാങ്ങി നൽകണമെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ താൻ മുഖ്യമന്ത്രിയുടെ ബന്ധുവല്ലെന്നും മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് അടൂർ ഓഫീസിലെ ജീവനക്കാരൻ വിജയൻ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരി സ്വാശ്രയ കോളേജ് സ്ഥലമെടുപ്പ് ഫയലുകൾ രഹസ്യമായി മാവേലിക്കരയിലേക്ക് കടത്തി. ദാനമായി കിട്ടിയ ഭൂമിയുടെ വിവരങ്ങളും ഭൂമിയുടെ വില നിർണ്ണയം സംബന്ധിച്ച രേഖകളും റിപ്പോർട്ടിന് അനുകൂലമായി മാറ്റി എഴുതാനാണ് ഫയലുകൾ രഹസ്യമായി മാവേലിക്കരയിൽ എത്തിച്ചതെന്നാണ് സൂചന. സ്വാശ്രയ കോളേജിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട സുതാര്യമല്ലാത്ത നടപടി പീപ്പിൾ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. പത്തനംതിട്ട വായ്പൂർ കുളത്തൂരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിച്ച സ്വാശ്രയ കോളേജ് സ്ഥലമെടുപ്പിന്റെ ഇടപാടുകൾ സംബന്ധിച്ച ഫയലുകൾ അതീവ രഹസ്യമായി മാവേലിക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ച നടപടിയാണ് വിവാദമാകുന്നത്. ഇന്നലെ രാവിലെയാണ് ചങ്ങനാശ്ശേരി ഗ്രൂപ്പിലെ സവിജോത്തമപുരം സബ് ഗ്രൂപ്പ് ഓഫീസറും കഴകം ജീവനക്കാരനും ചേർന്ന് ഫയലുകൾ രഹസ്യമായി മാവേലിക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ എത്തിച്ചത്. ദാനമായി കിട്ടിയ ഭൂമിയുടെ വിവരങ്ങളും ഭൂമിയുടെ വില നിർണ്ണയം സംബന്ധിച്ച രേഖകളും റിപ്പോർട്ടിന് അനുകൂലമായി മാറ്റിയെഴുതാനാണ് ഫയലുകൾ രഹസ്യമായി മാവേലിക്കരയിൽ എത്തിച്ചതെന്നാണ് സൂചന. സ്വാശ്രയ കോളേജിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട സുതാര്യമല്ലാത്ത നടപടി പീപ്പിൾ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. ഈ ഇടപാടിൽ കോടികളുടെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. സ്ഥലമെടുക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന വ്യക്തി ഇപ്പോൾ മാവേലിക്കര അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ചില ഉന്നതരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ഫയൽ അതീവ രഹസ്യമായി മാവേലിക്കരയിലേക്ക് കടത്തിയത്. ഒരു ഗ്രൂപ്പിൽ സൂക്ഷിച്ച ഔദ്യോഗിക രേഖകൾ മറ്റൊരിടത്തേക്ക് മാറ്റാൻ പാടില്ലെന്ന കർശന നിയമമുണ്ട്. ഇത് ലംഘിച്ചാണ് ഇപ്പോഴത്തെ നടപടി. ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറായിരിക്കെ
ഈ ഉദ്യോഗസ്ഥ നൽകിയ റിപ്പോർട്ടിന്റെ ഉപോത്ബലകമായ കാര്യങ്ങൾ ഫയലിൽ ഉൾപ്പെടുത്താനാണ് ഫയൽ കൊണ്ടുപോയതും. ഇടപാടുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ തുകയുടെ ചെക്കിനൊപ്പം 2 ലക്ഷം രൂപയുടെ സെൽഫ് ചെക്ക് എഴുതി കൊടുത്ത ഉദ്യോഗസ്ഥയുടെ നടപടിയും ഇതിനോടകം വിവാദമായിട്ടുണ്ട്. സ്ഥലമെടുപ്പ് സംബന്ധിച്ച് അന്നത്തെ ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പ്രത്യേക താൽപര്യമുണ്ടായിരുന്നതായി നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. ഇവരാണ് സ്ഥലത്തിന്റെ തുകയ്ക്കുള്ള ചെക്ക് ഒപ്പിട്ട് നൽകിയതും. മുൻ UDF സർക്കാരിലെ ഒരു മന്ത്രിയുടെ ഒത്താശയോടെ ബോർഡിലെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെയും വൈക്കത്തെ ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെയും തുടർന്നായിരുന്നു ഭൂമി ഇടപാട്. ശബരി കോളേജിനായി വലിയ അഴിമതി നടത്തിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥലം കണ്ടെത്തിയത്. ഈ അഴിമതിയെല്ലാം തന്നെ മറച്ചുവെക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഓരോ നീക്കങ്ങളും മറ്റ് വിവാദങ്ങൾക്കാണ് തിരികൊളുത്തുന്നതും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. ജയലളിതയുടെ മരണത്തോടെ നിശ്ചലമായ തമിഴ്നാട്ടിലെ അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി തുടങ്ങിയാണ്. വാഹനഗതാഗതം പൂർണ്ണമായും പഴയപടിയായപ്പോൾ കടകമ്പോളങ്ങൾ പലയിടത്തും തുറന്നില്ല. തിങ്കളാഴ്ച വൈകിട്ട് തുടങ്ങിയ ബന്ദിന്റെ പ്രതീതി ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. ഏറ്റവും അധികം സജീവമായതും കേരളത്തോടും കർണാടകത്തോടും അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളാണ്. ഊട്ടി, ഗൂഡല്ലൂർ, കോത്തഗിരി തുടങ്ങിയ തമിഴ്നാട്ടിലെ മിക്കയിടങ്ങളിലും കടകമ്പോളങ്ങൾ തുറന്നു തുടങ്ങി. ജയലളിതയുടെ വേനൽക്കാല വസതിയുള്ള കോടനാട്ടിലടക്കം ചിലയിടങ്ങളിൽ കടകൾ ഇന്നുകൂടി അടച്ചിടാനാണ് ADMK നൽകിയിരിക്കുന്ന നിർദ്ദേശം. 3 ദിവസമായിട്ട് ബന്ദ് ആചരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാളത്തോടുകൂടി കടകളെല്ലാം തുറക്കാമെന്ന് ഇവിടുത്തെ അസോസിയേഷൻ സംസാരിച്ചിട്ടുണ്ട്. നാളത്തോടുകൂടി ഏകദേശം പൂർവ്വസ്ഥിതിയിലാവുമെന്ന് വിചാരിക്കുന്നു. അതേസമയം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള ബസ് സർവീസുകൾ കാര്യമായി നടക്കുന്നില്ല. കർണാടക തമിഴ്നാട് അതിർത്തിയായ നീലഗിരിയിലെ കക്കനഹള്ളിയിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. KSRTC വയനാട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് നടത്തുന്ന ഹ്രസ്വദൂര സർവീസുകൾ മാത്രമാണ് ആരംഭിച്ചിരിക്കുന്നത്. നാളെ മുതൽ ദീർഘദൂര സർവീസുകളും നടത്താനാണ് KSRTCയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വയനാട്. 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തലസ്ഥാനത്ത് തിരിതെളിയും. മേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു. പ്രതിനിധികൾക്കായുള്ള പാസ് വിതരണം ആരംഭിച്ചു. 65 രാജ്യങ്ങളിൽ നിന്നുള്ള 185 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. തലസ്ഥാനത്ത് തിരക്കാഴ്ചകൾക്ക് തിരിതെളിയാൻ ഇനി ഒരു നാൾ മാത്രം. 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശാഗന്ധിയിൽ മേളയ്ക്ക് തിരിതെളിയിക്കും. 21ാമത് ചലച്ചിത്രമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു. മേളയെ കലാമൂല്യമുള്ളതും മികവുറ്റതുമാക്കുകയാണ് ലക്ഷ്യമെന്നും കമൽ വ്യക്തമാക്കി. ഡെലിഗേറ്റ്സിന്റെ എണ്ണത്തിലും കഴിഞ്ഞ വർഷങ്ങളെക്കാളും നല്ല വർധനവുണ്ട്. അതിൻ്റെതായ ഒരു സമ്മർദ്ദമുണ്ട് നമുക്ക്. Personally, I'm a person who believes that modesty is the best way to. We don't need money to do a good festival. We need commitment, which we all have. Yeah. മേളയിൽ വൈവിധ്യവും വ്യത്യസ്തവുമായ പാക്കേജുകളാണുള്ളതെന്ന് ആർട്ടിസ്റ്റിക് ഡയറക്ടറും അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ ബീന പോൾ പറഞ്ഞു. ചലച്ചിത്രോത്സവത്തിനായുള്ള പ്രതിനിധികൾക്കായുള്ള പാസ് വിതരണം മന്ത്രി AK ബാലൻ നടി മഞ്ജു വാര്യർക്ക് നൽകി നിർവഹിച്ചു. ഭിന്നലിംഗക്കാർക്കായുള്ള പാസ് വിതരണം മഞ്ജു വാര്യർ ശീതൾ ശ്യാമിന് നൽകി തുടക്കം കുറിച്ചു. ചലച്ചിത്രമേളയുടെ ഭാഗമായി ഫെസ്റ്റിവൽ ഓഫീസിന്റെ പ്രവർത്തനവും ആരംഭിച്ചു. ചലച്ചിത്രമേളയുടെ ഭാഗമായി നാടൻ കലാരൂപങ്ങളുടെ അവതരണം, മൺമറഞ്ഞ കലാകാരന്മാരെ ആദരിക്കൽ, പ്രദർശനം എന്നിവയും ഒരുക്കുന്നുണ്ട്. ഡിസംബർ 9 മുതൽ 16 വരെയായി നടക്കുന്ന മേളയിൽ 13 തിയേറ്ററുകളിലായി 65 രാജ്യങ്ങളിൽ നിന്നുള്ള 185 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അറിവിന്റെ അക്ഷരക്കൂട്ടമൊരുക്കി കൊച്ചിയിലെ പുസ്തകോത്സവം. 13 ഭാഷകളിൽ നിന്നുള്ള സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്ന ലിറ്റ് ഫെസ്റ്റ് അടക്കം വിവിധ പരിപാടികളാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലുള്ളത്. അതിരുകളില്ലാത്ത അറിവിന്റെ ലോകത്തേക്ക് ഏവരെയും മാടി വിളിക്കുകയാണ് 20ാമത് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവം. പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മാത്രമല്ല, 11-ാം തീയതി വരെ നീളുന്ന പുസ്തകോത്സവത്തിൽ സെമിനാറുകൾ, പുസ്തക പ്രകാശനങ്ങൾ, വർണ്ണോത്സവം, കലാപരിപാടികൾ എന്നിവയുമുണ്ട്. വിവിധ ഭാഷകളിലെ അഗ്രഗണ്യർ പങ്കെടുക്കുന്ന ലിറ്റ് ഫെസ്റ്റ് വ്യാഴാഴ്ച നടക്കുമെന്ന് പുസ്തകോത്സവ സമിതി പ്രസിഡന്റ് EN നന്ദകുമാർ പറഞ്ഞു. 300-ലധികം പുസ്തക പ്രസാധകരുടെ പുസ്തകങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ വർഷം നടക്കുന്ന കൊച്ചി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ മാത്രമായിട്ട് 100-ലധികം എഴുത്തുകാർ പങ്കെടുക്കുന്നുണ്ട്. ഈ എഴുത്തുകാരിൽ അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ചിട്ടുള്ള അമീഷ് ത്രിപാഠി, സത്യവ്രത ശാസ്ത്രി തുടങ്ങിയിട്ടുള്ള നിരവധി എഴുത്തുകാരെ കേരളത്തിന് വെളിയിൽ നിന്ന് തന്നെ ഇവിടെ വരുന്നുണ്ട്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന പുസ്തകോത്സവത്തിലേക്ക് രാവിലെ 10 മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പ്രവേശനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
പ്രശസ്ത ചിത്രകാരൻ CN കരുണാകരന്റെ സ്മരണാർത്ഥം CN കരുണാകരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത് CN കരുണാകരൻ ചലച്ചിത്ര കലാ പുരസ്കാരം കോഴിക്കോട് സ്വദേശി അജയൻ കാരാടിക്ക്. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഔഷധി ചെയർമാൻ KR വിശ്വംഭരൻ IAS അവാർഡ് ജേതാവിനെ പ്രഖ്യാപിച്ചു. CN കരുണാകരന്റെ രേഖാചിത്രം ആലേഖനം ചെയ്ത ശില്പവും 25,000 രൂപയും പൊന്നാടയും ഡിസംബർ 14 കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. പുരസ്കാര സമർപ്പണത്തോടൊപ്പം ഡിസംബർ 14 മുതൽ 20 വരെ സംഘടിപ്പിച്ചിരിക്കുന്ന ചിത്ര പ്രദർശനം ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് പുതുശ്ശേരി നിവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന പെപ്സി കമ്പനി അടച്ചുപൂട്ടണമെന്ന് ജലചൂഷണ വിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് മറ്റന്നാൾ പെപ്സിക്ക് മുന്നിൽ സംഘടിപ്പിക്കുന്ന ജനകീയ പാർലമെന്റ് സ്ഥലം MLA കൂടിയായ VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഭൂഗർഭജലം ചൂഷണം ചെയ്യുന്ന മറ്റ് കമ്പനികളെ നിയന്ത്രിക്കണമെന്നും സമിതി ഭാരവാഹികൾ പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജലചൂഷണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളുടെ ഒപ്പ് ശേഖരണം, ബോധവൽക്കരണ പരിപാടികൾ, ജാഥകൾ തുടങ്ങിയവ നടത്തുമെന്ന് സമിതി കൺവീനർ S സുഭാഷ് ചന്ദ്രബോസ്, റഷീദ് കണിച്ചേരി തുടങ്ങിയവർ അറിയിച്ചു. തിരുവനന്തപുരത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ ക്യാമ്പിലെത്തി ആരോഗ്യ പരിശോധനകൾ നടത്തി. കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിന് സമീപത്തായിരുന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. ശബരിമലയിലെ ഉൾക്കാടുകളിൽ കമാൻഡോ സംഘം നടത്തുന്ന പരിശോധനകൾ തുടരുന്നു. സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി 15 അംഗ സംഘമാണ് വനത്തിൽ പരിശോധന നടത്തുന്നത്. സന്നിധാനത്തിന് ചുറ്റുമുള്ള ഉൾക്കാടുകളാണ് കമാൻഡോ സംഘം അരിച്ചുപെറുക്കിയത്. വൈകിട്ട് 4:30 തുടങ്ങിയ പരിശോധന 3 മണിക്കൂറോളം തുടർന്നു. ഉൾക്കാടുകളിൽ കിലോമീറ്ററുകളോളം ഇവർ പരിശോധന നടത്തി. മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ കമാൻഡോ സന്നിധാനത്തെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ബാബറി മസ്ജിദിന്റെ ഓർമ്മ പുതുക്കൽ ദിനം കൂടി വന്നതോടുകൂടി സുരക്ഷ ഒന്നുകൂടെ ശക്തമാക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പും കേന്ദ്ര ഇന്റലിജൻസും നിർദ്ദേശം നൽകിയിരുന്നു. കാടുകളിൽ നടക്കുന്ന പരിശോധനയിൽ ഏതെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അപ്പോൾ തന്നെ വിലയിരുത്തുന്നുമുണ്ട്. ഈ ഏരിയയിലാണ് നമുക്ക് ഒരു ശത്രുക്കൾക്ക് ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഓൾമോസ്റ്റ് കവർ ചെയ്തപ്പോൾ നാളെ രാവിലെയും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇതുപോലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് പോകണം. ഏതെങ്കിലും എക്സ്പീരിയൻസ് ആരെങ്കിലും സ്റ്റേ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അത് റിപ്പോർട്ടായിട്ട് നമുക്ക് SOI കൊടുക്കാൻ കഴിയുന്നതാണ്. 15 അംഗ സംഘമാണ് ഇന്നലെ തിരച്ചിലിനിറങ്ങിയത്. വരും ദിവസങ്ങളിലും ഇവർ ശബരി വനങ്ങളിൽ പരിശോധനയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഡിസംബർ 6 എന്ന ഒറ്റ ദിവസത്തെ മുൻനിർത്തിയുള്ള സുരക്ഷാ പരിശോധനയല്ല ഇവരുടേത്. മറിച്ച് ശബരിമലയ്ക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന മറ്റൊരു ലക്ഷ്യമാണ് ഇതിനു പിന്നിലുള്ളത്. ശബരിമലയിലെ ഉൾക്കാടുകളിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. ഫസൽ വധക്കേസിൽ കുറ്റസമ്മതം മൊഴി നൽകിയ സുബീഷിന് മേൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മർദ്ദമെന്ന് വെളിപ്പെടുത്തൽ. P ജയരാജന്റെ സമ്മർദ്ദപ്രകാരമാണ് കുറ്റമേറ്റതെന്ന് പറയണമെന്ന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ആവശ്യപ്പെട്ടതായും സുബീഷ് പോലീസിന് മൊഴി നൽകി. ഫസൽ വധക്കേസ് അട്ടിമറിക്കാൻ RSS പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നതായി RSS പ്രവർത്തകൻ കുപ്പി സുബീഷ് പോലീസിന് മൊഴി നൽകി. ചിറ്റാരിപ്പറമ്പ് G പവിത്രൻ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സുബീഷിനെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങിയ സമയത്താണ് ഇത്തരത്തിലൊരു മൊഴി പോലീസിന് മുൻപാകെ സുബീഷ് നൽകിയത്. നേരത്തെ CPIM പ്രവർത്തകൻ പടുവിലായി മോഹനൻ കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിനിടയിൽ തലശ്ശേരി NDF പ്രവർത്തകൻ മുഹമ്മദ് ഫസൽ കൊല്ലപ്പെട്ട കേസിലെ പങ്കാളിത്തവും G പവിത്രൻ കേസിലെ പങ്കാളിത്തവും RSS പ്രവർത്തകൻ കുപ്പി സുബീഷ് പോലീസിൽ മൊഴി നൽകിയിരുന്നു. 2016 നവംബർ 26 പോപ്പുലർ ഫ്രണ്ട് ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം S കാജ മൊയ്തീൻ, എടക്കാട് മുഹമ്മദ് ഷുഹൈൽ, തലശ്ശേരി ഉമ്മൻചിറയിലെ ഇർഷാദ് PN എന്നിവർ ജയിലിൽ കുപ്പി സുബീഷിനെ സന്ദർശിച്ചിരുന്നു. ഇതേ ബ്ലോക്കിലുള്ള നാറാത്ത് ആയുധ പരിശീലന കേസിലെയും മൂവാറ്റുപുഴ കൈവെട്ട് കേസിലെയും പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ സന്ദർശിക്കാനെന്ന വ്യാജേനയാണ് നേതാക്കൾ കുപ്പി സുബീഷിനെ സന്ദർശിച്ചത്. ഫസൽ വധക്കേസ് ഒത്തുതീർപ്പാക്കാൻ സഹകരിച്ചില്ലെങ്കിൽ കേന്ദ്രഭരണം ഉപയോഗിച്ച് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ UAPA ചുമത്തി ജയിലിലടക്കും എന്നും നാട്ടിലിറങ്ങി നടക്കാൻ അനുവദിക്കില്ലെന്നുമുള്ള സംഘപരിവാർ നേതൃത്വത്തിന്റെ ഭീഷണിയുടെ ഫലമായാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജയിൽ സന്ദർശനമെന്നും സൂചനയുണ്ട്. സുബീഷ് നേരത്തെ നൽകിയ മൊഴി CPIM ജില്ലാ സെക്രട്ടറി P ജയരാജന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയണമെന്നും ബാക്കി കാര്യങ്ങൾ തങ്ങൾ നോക്കിക്കൊള്ളാമെന്നുമാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതെന്നാണ് കുപ്പി സുബീഷ് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. കേസിൽ കുപ്പി സുബീഷിന്റെ വെളിപ്പെടുത്തൽ വന്നതോടെ RSS NDF നേതൃത്വം പരിഭ്രാന്തിയിലായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് അണികളിൽ നേതാക്കൾ RSS പ്രവർത്തകരെ സംരക്ഷിക്കുന്നുവെന്ന ചർച്ച സജീവമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു സന്ദർശനത്തിന് നേതാക്കൾ തയ്യാറായതെന്നും സൂചനയുണ്ട്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
IUC പ്രവർത്തകനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മരട് നഗരസഭാ വൈസ് ചെയർമാനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ആന്റണി ആശാൻ പറമ്പലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ആന്റണിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന പോലീസിന്റെ വാദം കോടതി അംഗീകരിച്ചു. ആന്റണി ആശാൻ പറമ്പലിന് ഗുണ്ടാബന്ധമുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. തുടർന്ന് പോലീസിന് മുന്നിൽ കീഴടങ്ങണമെന്ന് കോടതി ഉത്തരവിട്ടു. റിപ്പോർട്ടിന് ശേഷം 7 മണി വാർത്തകളുമായി അഞ്ജു ചേരും. നമസ്കാരം. കരാറുകാരനും INTUC പ്രവർത്തകനുമായ ഷുക്കൂറിന്റെ പരാതിയെ തുടർന്നായിരുന്നു മരട് നഗരസഭാ വൈസ് ചെയർമാനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ആന്റണി ആശാൻ പറമ്പലിനെതിരെ പോലീസ് കേസെടുത്തത്. ഇതിനെ തുടർന്ന് ആന്റണി ആശാൻ പറമ്പലും മറ്റൊരു കൗൺസിലറായ ജിൻസൺ പീറ്ററും ഒളിവിൽ പോയി. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തു. ഇരുവർക്കും ഗുണ്ടാസംഘവുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. തട്ടിക്കൊണ്ടുപോകലിന്റെ സൂത്രധാരനാണ് ആന്റണി ആശാൻ പറമ്പിൽ. ഇരുവരും സമൂഹത്തിന് ഭീഷണിയാണെന്നും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നുമായിരുന്നു പോലീസ് നിലപാട്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇരുവരുടെയും മുൻകൂർ ജാമ്യ ഹർജികൾ തള്ളിയത്. ഇരുവരും മുൻകൂർ ജാമ്യത്തിന് അർഹരല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കെട്ടിട നിർമ്മാണ സ്ഥലത്തെ ചെളി നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാറിന്റെ പേരിലായിരുന്നു INTUC പ്രവർത്തകനായ ഷുക്കൂറിനെ തട്ടിക്കൊണ്ടുപോയത്. മരട് നഗരസഭാ വൈസ് ചെയർമാന്റെ കാറിൽ കടത്തിക്കൊണ്ടുപോയി നെട്ടൂരിലെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ ഇതിനകം അറസ്റ്റിലായിരുന്നു. 1 മാസത്തിലധികമായി ആന്റണി ആശാൻ പറമ്പിലും മറ്റൊരു കൗൺസിലറായ ജിൻസൺ പീറ്ററും ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.